നിങ്ങൾ കുറേ കയ്പുനീര് കുടിക്കട്ടെ, കയ്പുനീര് കുടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കേരളത്തിലെ സർക്കാർ 2001 അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു. അവസാനം എല്ലാം ചെയ്യാൻ പറ്റിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുപോലെ ഇപ്പോഴും ആണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ നിന്ന് വ്യക്തമായത്. 2001 കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് മുമ്പോഴോ പിന്നെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2026 ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെൻറ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വിളിച്ചത്. ഞാനത് എൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കല്ല, നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷക്കാലവും സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ്, സർക്കാരിൻ്റെ രേഖകൾ, അതുപോലെ CNAG പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഏജൻസിയുടെ കണക്ക്, സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെൻറ് രേഖകൾ എല്ലാം അനുസരിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ നേരെയുള്ള ഉദാഹരണം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വർഷം മാർച്ച് മാസം 31 വരെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31 എല്ലാ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസായിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1 ഞാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസാണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിൻ്റെ ട്രഷറിയിലുണ്ട്. എല്ലാ പേയ്മെൻറ്റുകളും കൊടുത്തു. ക്യൂവിൽ നിൽക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്ത് ഏപ്രിൽ മാസത്തെയും കൂടി മാർച്ച് മാസം കൊടുത്തിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിഷുവിന് സാധാരണ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു പേയ്മെൻറ്റിന് ഡിഫാൾട്ടില്ല. ആശുപത്രികൾക്ക്, മറ്റ് സ്ഥലത്തൊക്കെ ആകെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ സമയത്ത് ഉറപ്പ് പറഞ്ഞ ഒറ്റ കാര്യമാണ്. അത് DADR കുടിശ്ശിക. DADR കുടിശ്ശിക കഴിഞ്ഞ വർഷങ്ങളിലെ DADR കുടിശ്ശിക കുറച്ച് പണമുണ്ട്, അത് കൊടുത്തു തീർക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള 1-2 ഗഡുവിനുള്ള പണവും ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതിനാ പണമുണ്ട്. അപ്പോൾ ആ പണം അതിനകത്തുണ്ട്. ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി, അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവാണ്, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല, ശ്രീ AK ആന്റണിയെ പോലുള്ള ആൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. അപ്പോൾ വസ്തുതകൾ വെച്ചേ പറയാറുള്ളൂ. അതേസമയം ഈ തുടക്കത്തിൻ്റെ സമയത്ത് ഇനി മനഃപൂർവ്വം നിങ്ങളൊക്കെ കയ്പുനീര് കുടിക്കേണ്ടി വരും, പണമില്ല എന്ന് പറയുന്ന ഒരു പല്ലവി പറയാനാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ.